ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ആക്റ്റീവ് പാസീവിൻ്റെ പാസ്റ്റ് ടെൻസാണ് ചെയ്യുന്നത്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൻ്റെ ഒരു പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ സെൻറ്റൻസ്, ഫസ്റ്റ് സെൻറ്റൻസ്, ഹീ ബ്രോട്ട് 3 ബുക്സ്. ഹീ ബ്രോട്ട്, ബ്രിങ് ഇറ്റ് പാസ്റ്റ്. ഹീ ബ്രോട്ട് 3 ബുക്സ്. അവൻ 3 പുസ്തകങ്ങൾ, ബ്രോട്ട് എന്ന് പറയാൻ പറയല്ലോ, ബ്രിങ് കൊണ്ടുവരിക, അപ്പോൾ കൊണ്ടുവന്നു എന്നുള്ള മീനിങ്, കൊണ്ടുവന്നു എന്നുള്ള മീനിങ്. ഹീ ബ്രോട്ട് 3 ബുക്സ്. അവൻ 3 പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് മീനിങ്. ഇതിന് സബ്ജക്റ്റ് ആരാ? നമ്മൾ തിരിക്കുമ്പോൾ എങ്ങനെ വരിക? ഹീ എന്നുള്ള സബ്ജക്റ്റാണ്. അതിന് നമ്മളൊരു പേര് പറഞ്ഞത് ഡൂവർ ഓഫ് ദി ആക്ഷൻ, വാങ്ങിക്കുക എന്നുള്ള അല്ലെങ്കിൽ കൊണ്ടുവരിക എന്നുള്ള പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് ഡൂവർ ഓഫ് ദി ആക്ഷൻ ആണ്. ബ്രോട്ട് എന്നുള്ളത് വെർബാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ആക്ഷൻ വേർഡ് എന്ന് പറയും, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. 3 ബുക്സ് എന്നുള്ളത് എന്തെന്നാ? ബുക്സ് മാത്രമല്ല, 3 എന്നൊരു വിശേഷമുണ്ട്, ഒരു നാമവിശേഷം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടെ ചേരുമ്പോഴത്തേക്കാണ് അതെന്താകുന്നത്? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം ആകുന്നത്, അല്ലേ? അപ്പോൾ ഹീ എന്ന വാക്കിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? ഡൂവർ ഓഫ് ദി ആക്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റ്. ബ്രോട്ട് എന്നുള്ള വാക്കിന് നമ്മൾ എന്താ പേര് കൊടുക്കുക? വെർബ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആക്ഷൻ വേർഡ് എന്ന് കൊടുക്കാം. 3 ബുക്സ് എന്നുള്ളത് എന്തെന്നാണ്? ഓബ്ജക്റ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സഫറർ. 3 പുസ്തകങ്ങൾ അവൻ കൊണ്ടുവരിക എന്നുള്ള പ്രവൃത്തി ചെയ്തപ്പോൾ എന്താ അത് അനുഭവിച്ചതാരാ? ഈ 3 പുസ്തകങ്ങൾ, 3 ബുക്സാണ് അനുഭവിച്ചത്, അല്ലേ? കാരണം അതെവിടെ വരുന്ന പുസ്തകങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്നു, അപ്പോൾ അനുഭവിച്ചതാരാ? ആ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ സഫറർ എന്ന് പറയുക. നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്നതേ അറിയാമല്ലോ. അപ്പോൾ ഈ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ്, AV എന്ന് നമുക്ക് ചുരുക്കി പറയാം. ആക്റ്റീവ് വോയിസിലാണ്. ഫസ്റ്റ് നെയിം എന്താണ്? ദ ഓബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് വോയിസ് ബിക്കംസ് എ സബ്ജക്റ്റ് ഇൻ ദ പാസീവ് വോയിസ്, അല്ലേ? ആക്റ്റീവ് വോയിസിലെ ഓബ്ജക്റ്റിനെ പാസീവ് വോയിസിൽ കൊണ്ടുവരിക, സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടി? 2 വേർഡ് കിട്ടി. എന്തൊക്കെയാണ്? 3 ബുക്സ് എന്ന് കിട്ടി, അല്ലേ? ഇനി എന്തുവാ? സിമ്പിൾ പാസ്റ്റ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് ആണല്ലോ. ബ്രിങ്, ബ്രോട്ട് എന്നല്ലേ? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ 2 സഹായക്രിയത വാസും വേറും, അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് ബ്രിങ് ആയിരുന്നെങ്കിലോ, ബ്രിങ്ങോ ബ്രിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈസ് ആർ ആമാണ് സിമ്പിൾ പ്രസൻറ്റിൽ സഹായക്രിയ. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ 2ാമത്തെ ഫോം വരണം. അത് ബ്രോട്ട് ആയതുകൊണ്ട് വാസും വരും, വെയറും വരും, അല്ലേ? 3 ബുക്സ് വാസ് പറയില്ലല്ലോ, അപ്പോൾ 3 ബുക്സ് വെയർ. ഇനി V3 എന്തുവാ? ബ്രിങ്, ബ്രോട്ട് എന്നല്ലേ? അപ്പോൾ ആൻസറിലേക്ക് ഒന്ന് വന്നേ. 3 ബുക്സ് വെയർ ബ്രോട്ട്. സബ്ജക്റ്റ് ഹി അല്ലേ? ഹി വരുമ്പോൾ എന്ത് വരും? ബൈ ഹിം എന്ന് വരും, അല്ലേ? ബൈ ഹി എന്ന് വരില്ല, എന്ത് വരും? ഒബ്ജക്റ്റ് രൂപം വരണം, ബൈ ഹിം എന്ന് വരണം. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിലേക്ക് ഒന്നുകൂടെ പോകാം. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കേൾക്കുക, അതിൻ്റെ ആൻസർ ഒന്നുകൂടെ കേൾക്കുക. ഹി ബ്രോട്ട് 3 ബുക്സ്. ആക്റ്റീവ് വോയിസ്. എന്തുകൊണ്ട്? ഹി എന്നുള്ള പ്രവൃത്തി, ഒരു കൊണ്ടുവരിക എന്നുള്ള പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ട്. ആൻസറിൽ എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരിക? 3 ബുക്സ്, അതിൽ ഓബ്ജക്റ്റ് എടുത്തു ഇങ്ങോട്ട്. അതിൻ്റെ കൂടെ വാസ്, വെർബ് പാസ്റ്റ് ആണതുകൊണ്ട് വാസ് ചേരില്ല, എന്തേ ചേരുള്ളൂ? വെയർ. അപ്പോൾ 3 ബുക്സ് വെയർ. 3ാമത്തെ സ്റ്റെപ്പ് എന്തുവാ? റൈറ്റ് ദ V3 ഓഫ് ദ മെയിൻ വെർബ്. മെയിൻ വെർബിൻ്റെ 3ാമത്തെ ഫോം എഴുതുക. അപ്പോൾ 3 ബുക്സ് വെയർ ബ്രോട്ട്. മനസ്സിലായല്ലോ? ബ്രോട്ട്. ഹി എന്നുള്ളത് എന്താവും? ബൈ ഹിം, അല്ലേ? 3 ബുക്സ് വെയർ ബ്രോട്ട് ബൈ ഹിം. മനസ്സിലായല്ലോ? അതിൻ്റെ അടുത്തൊരു സെൻറ്റൻസിലേക്ക് വരിക. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുമ്പോഴേക്ക് ദേ എയ്റ്റ് ആൻ ആപ്പിൾ. അവർ ഒരു ആപ്പിൾ കഴിച്ചു. ദേ എയ്റ്റ്, ATE, ദേ എയ്റ്റ് ആൻ ആപ്പിൾ. പാസ്റ്റ് അല്ലേ? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, EATEN, അല്ലേ? അതിൻ്റെ ഓബ്ജക്റ്റ് എന്തുവാ? സബ്ജക്റ്റ് എന്തുവാണ്? സബ്ജക്റ്റ് ദേ ആണ്. 8 എന്നുള്ളതാണ് വെർബ്. ആപ്പിളിൻ്റെ എണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആൻ ആപ്പിൾ ആണ്, അല്ലേ? ആൻ ആപ്പിൾ സിംഗിളർ ആണ്, അപ്പോൾ വാസാണ്, പാസ്റ്റാണ്. 8 എന്നുള്ള പാസ്റ്റാണ്. അപ്പോൾ ആൻ ആപ്പിൾ, ഒരു ആപ്പിളല്ലേ ഉള്ളൂ, വാസല്ലേ വരികയുള്ളൂ. ആൻ ആപ്പിൾ വാസ്. ഇനി ഈറ്റ് അല്ലെങ്കിൽ 8ൻ്റെ V3 എന്തുവാ? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ എന്നല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു നോക്കിയേ. ആൻ ആപ്പിൾ വാസ് ഈറ്റൺ ബൈ, സബ്ജക്റ്റ് ദേ അല്ലേ? അപ്പോൾ ബൈ ദം എന്ന് വരുമല്ലോ. ആൻസർ കിട്ടിയില്ലേ? ആൻ ആപ്പിൾ വാസ് ഈറ്റൺ ബൈ ദം. ഓക്കെ. ഇനി അടുത്ത ഇത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് അറിയാമല്ലോ. വാസ്, വെയർ, വെർബ്, ING ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുക. അതിൻ്റെ സെൻസ് കേട്ടുകൊള്ളുക. ദേ വെർ മേക്കിംഗ് റൈസ് പുഡിംഗ്. ദേ ബഹുവചനം, അതുകൊണ്ട് വെയർ, WERE. ദേ വെർ മേക്കിംഗ് റൈസ് പുഡിംഗ്. അവരെന്തോ ഉണ്ടാക്കുകയാണ്. റൈസ് പുഡിംഗ് നമ്മൾ പായസം എന്നൊക്കെ പറയാം എന്ന് പറയുന്ന മീനിങ്. ദേ വെയർ മേക്കിംഗ് റൈസ് പുഡിംഗ്. അപ്പോൾ ദേ എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റാണ്. വേറെ എന്നുള്ളത് എന്തെന്നാണ്?
വേറും മേക്ക് അല്ലെങ്കിൽ വെർബ് പ്ലസ് ing ചേരുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ദേ വെർ മേക്കിംഗ്, അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുകയായിരുന്നു. ദേ വെർ മേക്കിംഗ് റൈസ് പുഡിംഗ്. റൈസ് പുഡിംഗ് സിംഗുലർ ആണ് കേട്ടോ. അപ്പോൾ ആൻസറിലേക്ക് വന്നേ. വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ആദ്യം എന്തെടുക്കുക, പുഡിംഗ് എന്ന് പോരല്ലോ, റൈസ് പുഡിംഗ് എന്ന് വരണ്ടേ. അപ്പോൾ റൈസ് പുഡിംഗ്. ദേക്ക് ശേഷം നമ്മൾ ചേർത്തത് വേറാണല്ലേ. കാരണം എന്താ, ദേ പ്ലൂരലാ. ഓർമ്മയുണ്ടല്ലോ, എ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വെർബ് ആൻഡ് എ പ്ലൂരൽ സബ്ജക്റ്റ് ടേക്സ് എ പ്ലൂരൽ വെർബ്. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ വെർബ് അല്ലെങ്കിൽ ക്രിയയും ഏകവചനമായിരിക്കണം. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ക്രിയ ബഹുവചനം ആയിരിക്കണം. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്താണ്, ദേ ബഹുവചനം ആയതുകൊണ്ട് വേറെ വന്നു. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് എഴുതാൻ പോകുന്നത് എന്നാ, ദേ അല്ലല്ലോ, റൈസ് പുഡിംഗ് എന്നല്ലേ എഴുതുക, അത് ഏകവചനമാണല്ലോ. അപ്പോൾ റൈസ് പുഡിംഗ്. സഹായിക്രിയ വാസോ വേറോ ചേർക്കാം. അവിടെ വാസ് ഉണ്ട്, സോറി അവിടെ വേറുണ്ട് അല്ലേ, ദേ വേറല്ലേ പറഞ്ഞിരിക്കുക. അപ്പോൾ വേറെ ചേരുമെങ്കിൽ നമുക്ക് വേറെ ചേർക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്ലസ് സിംഗുലർ ആയിട്ടുള്ള വാസ് ചേർക്കാം. റൈസ് പുഡിംഗ് സിംഗുലർ അല്ലേ. അപ്പോൾ റൈസ് പുഡിംഗ് വാസ്. ഇനി ING ഉണ്ട്, ക്രിയയുടെ കൂടെ ING ഉണ്ടല്ലോ. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ചെയ്തപ്പോൾ അത് ഓർമ്മ കാണുമല്ലോ. ING ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക വാക്ക് ചേർക്കണം. ആ ING ഇങ്ങോട്ട് എടുത്തിട്ട് BE എന്നുള്ള വാക്കൂടെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ബീയിങ് എന്ന് വരും അല്ലേ. മനസ്സിലായല്ലോ. അതെങ്ങനെയാണ് എത്രയും വന്ന് നോക്കിയേ. റൈസ് പുഡിംഗ് വാസ് ബീയിങ്. ഇനി എന്തുവാ, മേക്കിൻ്റെ V3 മെയ്ഡ്. അല്ല സബ്ജക്റ്റ് എന്തുവാ, ദേ ആണ്. ദേ വരുമ്പോൾ എന്തോരും, ബൈ ദം. മനസ്സിലായല്ലോ. സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കുക, ആൻസറും കൂടെ നോക്കുക. ദേ വെയർ മേക്കിംഗ് റൈസ് പുഡിംഗ്. ഹലോ, ഓബ്ജക്റ്റ് ഇങ്ങോട്ട് നമ്മളെടുത്ത് സബ്ജക്റ്റ് ആക്കുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു, റൈസ് പുഡിംഗ് അല്ലേ, റൈസ് പുഡിംഗ്. ഇനി എന്താ വേണ്ടത്, ഏകവചനമാണ്, വാസ്. റൈസ് പുഡിംഗ് വാസ്. ഇനി എന്താ വേണ്ടത്, കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് സഹായക്രിയ പ്ലസ് വെർബ് ING ഉള്ളതുകൊണ്ട് എന്ത് വേണം, ബീയിങ് വേണം. അപ്പോൾ റൈസ് പുഡിംഗ് വാസ് ബീയിങ്. പ്രധാന ക്രിയയുടെ V3 റൈസ് പുഡിംഗ് വാസ് ബീയിങ് മെയ്ഡ് ബൈ ദം. മനസ്സിലായല്ലോ. അങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്തത് ഒരു സെൻറ്റൻസോടെ നോക്കുക. പാസ്റ്റ് കണ്ടിന്യൂസിലെ ഹി വാസ് അഡ്രസ്സിങ് ദ മീറ്റിംഗ്. ഹി വാസ് അഡ്രസ്സിങ് ദ മീറ്റിംഗ്. അയാൾ എന്ത് ചെയ്യായിരുന്നു, അഡ്രസ്സിങ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ യോഗത്തെ അഭിസംബോധന ചെയ്യുക, മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്യുക, അല്ലെങ്കിൽ പ്രസംഗിക്കുക എന്നൊക്കെയാണ് മീനിങ്. അഡ്രസ്സ് ചെയ്യുക, പ്രസംഗിക്കുക എന്നൊരു അർത്ഥമുണ്ടല്ലോ. അപ്പോൾ സെൻറ്റൻസ് എന്താണ്, ഹി വാസ് അഡ്രസ്സിങ് ഹി വാസ് അഡ്രസ്സിങ് ദ മീറ്റിംഗ്. ഇതായെന്നൂടെ ഉണ്ട് കേട്ടോ. ഹി വാസ് അഡ്രസ്സിങ് ദ മീറ്റിംഗ്. അപ്പോൾ ഹി എന്നുള്ളത് സബ്ജക്റ്റാണ്. പിന്നെ വാസ് അഡ്രസ്സിങ് എന്നുള്ളത് വെർബാണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണല്ലോ. ദ മീറ്റിംഗ് എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ ആദ്യം, ദ മീറ്റിംഗ് എന്നുള്ളത് ആദ്യം എടുക്കുക. ദ മീറ്റിംഗ് അല്ലേ. അവിടെ നമുക്ക് വാസ് കിട്ടാൻ കാര്യം എന്താ, നമ്മുടെ ചോദ്യത്തിൽ ആക്റ്റീവ് വോയിസിലെ വാസ് കിട്ടാൻ കാര്യം എന്താണ്, ഹി വാസ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുക. ഹി വാസ് അല്ലേ, ഹി വാസ് എന്നാണ് പറഞ്ഞിരിക്കുക. ഹി ഏകവചനമാണ്. പക്ഷെ നമ്മൾ ഇവിടെ തിരിച്ചു വന്നാൽ എങ്ങനെയാണ്, ദ മീറ്റിംഗ്, മീറ്റിംഗ്സ് അല്ലല്ലോ, മീറ്റിംഗ് അല്ലേ, ദ മീറ്റിംഗ് അല്ലേ, അത് ഏകവചനമാണല്ലോ. അപ്പോൾ ദ മീറ്റിംഗ് വാസ്, അടുത്ത എന്താണെന്ന് അറിയാമല്ലോ, ബീയിങ് ഉള്ളതാണ്. അപ്പോൾ ദ മീറ്റിംഗ് വാസ് ബീയിങ്. അഡ്രസ്സ് എന്നുള്ളത് ഇവിടെ വെർബാണ്. അപ്പോൾ അഡ്രസ്ഡ്. സബ്ജക്റ്റ് ഹി ആണ്. അപ്പോൾ ബൈ ഹിം എന്ന് വരും അല്ലേ. അപ്പോൾ ആൻസറിലേക്ക് വരിക. ദ മീറ്റിംഗ് വാസ് ബീയിങ് അഡ്രസ്ഡ്. ഹി ആണ് സബ്ജക്റ്റ്. അപ്പോൾ ബൈ ഹിം. ദ മീറ്റിംഗ് വാസ് ബീയിങ് അഡ്രസ്ഡ് ബൈ ഹിം. മനസ്സിലായല്ലോ. അല്ല, ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. ദേവ് ഹാഡ് സ്റ്റഡീഡ് മാത്സ് ആൻഡ് സയൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ആയില്ലേ. ഹാഡ് V3 വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലോ. ഹാസ് V3 അല്ലെങ്കിൽ ഹാവ് V3 വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുക. ഹാഡ് V3 വരുമ്പോൾ എന്താണ്, ഹാഡ് V3 വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമ്മുടെ സെൻറ്റൻസ് എന്താണ്, ദേവ് ഹാഡ് സ്റ്റഡീഡ് മാത്സ് ആൻഡ് സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ദേവ് എന്താ പഠിച്ചത്, ദേവ് പഠിച്ചിരുന്നു. എന്ത് പഠിച്ചിരുന്നു, മാത്സും സയൻസും പഠിച്ചിരുന്നു. ഓർക്കുക, ഹാഡിന് ഏകവചന ബഹുവചന വ്യത്യാസമില്ല. ഐ ഹാഡ്, യു ഹാഡ്, വി ഹാഡ്, ദേ ഹാഡ്, ഹി ഹാഡ്, ഷീ ഹാഡ്, മഞ്ജു ഹാഡ്, രമണി ഹാഡ്, മോഹൻ ഹാഡ്, എല്ലാം ഹാഡ് തന്നെയാണ്. മനസ്സിലായല്ലോ. അതുകൂടെ ഓർത്തിരിക്കുക ഈ അവസരത്തിൽ. അപ്പോൾ ദേവ് ഹാഡ് സ്റ്റഡീഡ് മാത്സ് ആൻഡ് സയൻസ്. നമ്മുടെ ഓബ്ജക്റ്റ് എന്തുവാ, മാത്സ് മാത്രമല്ല, പിന്നെ എന്തുകൊണ്ട് സയൻസ് ഉണ്ട്. ആൻഡും കൂടെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ്, മാത്സ് ആൻഡ് സയൻസ്. ഇപ്പോൾ സബ്ജക്റ്റ് ഏകവചനമോ ബഹുവചനമോ, ബഹുവചനമാണല്ലേ. അത് നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഹാഡ് എന്ന വാക്കിന് സിംഗുലർ എന്നോ പ്ലൂരൽ എന്നോ ഉള്ള വ്യത്യാസമില്ല. ഐ വിളിച്ചാലും പോകും, ഹി വിളിച്ചാലും പോകും, ഷീ വിളിച്ചാലും ആര് പൊക്കോളും, ഹാഡ് പോയിക്കോളും, അതിൻ്റെ കൂടെ പൊക്കോളും. ഏകവചന ബഹുവചന വ്യത്യാസമില്ല. അപ്പോൾ മാത്സ് ആൻഡ് സയൻസ്. ഇനി എന്ത് വേണം, ഹാഡ് മാറ്റില്ല, അതുകൊണ്ട് ഹാഡ് തന്നെ. ഹാഡിൻ്റെ പാസ് വോയിസ് എന്താണ്, ഹാഡ് പാസ് വോയിസ് ആണെങ്കിൽ എന്ത് വേണം, ബീൻ ചേർക്കുക. നമ്മളത് പ്രസൻറ്റ്
ടെൻസിൽ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ്ലെ ഹാസിന്റെ പാസീവ് ഫോം ഹാസ് ബീൻ, ഹാവിന്റെ പാസീവ് എഴുതുമ്പോഴത്തേക്ക് ഹാവ് ബീൻ, ഹാഡിന്റെ പാസീവ് എഴുതണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ കൂടെയും ബീൻ ചേർത്താൽ മതി. അപ്പോൾ ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ. ആൻസറിലേക്ക് ഒന്നുകൂടെ വരിക, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. മാത്സ് ആൻഡ് സയൻസ് ഹാഡ് ബീൻ സ്റ്റഡീഡ്. പാസ്റ്റ് പെർഫെക്റ്റാ, പാസ്റ്റ് പെർഫെക്റ്റോ പ്രസന്റ് പെർഫെക്റ്റോ വരുമ്പോൾ ആ ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയ്ക്ക് ശേഷം V3 അവിടെ ഉണ്ടാവുകയുള്ളൂ, നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. മാത്സ് ആൻഡ് സയൻസ് ഹാഡ് ബീൻ സ്റ്റഡീഡ് ബൈ ദേവു. മനസ്സിലായല്ലോ? മാത്സ് ആൻഡ് സയൻസ് ഹാഡ് ബീൻ സ്റ്റഡീഡ് ബൈ ദേവു. അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ദേവു ഹാഡ് സ്റ്റഡീഡ് മാത്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞാൽ ദേവു മാത്സും സയൻസും പഠിപ്പിച്ചിരുന്നു. ആക്റ്റീവ് വോയിസിൽ നമ്മൾ എന്താ മീനിങ്, എന്തായിരിക്കും മീനിങ്? മാത്സ് ആൻഡ് സയൻസ് മാത്സ് ആൻഡ് സയൻസ് ഹാഡ് ബീൻ സ്റ്റഡീഡ് ബൈ ദേവു എന്ന് പറഞ്ഞാൽ മാത്സും സയൻസും ദേവുവിനാൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പഠിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ശൈലി. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൻ്റെ പ്രസൻറ്റ് ടെൻസ് മുൻപൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ഇതിപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ്. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ചെയ്തു. അവിടെ വരേണ്ടത് എന്താണ്? ആക്റ്റീവ് വോയിസ് എന്ന് പാസ്റ്റ് വോയിസ് ആക്കുമ്പോൾ വെർബ് സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ V2 ആണ് വരുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓബ്ജക്റ്റ് എടുത്ത് സബ്ജക്റ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വാസ് ആണോ വെയർ ആണോ. സബ്ജക്റ്റ് ഇങ്ങോട്ട് എഴുതുന്നത് ഏകവചനമാണെങ്കിൽ വാസ് ചേർക്കുക, ബഹുവചനമാണെങ്കിൽ വെയർ ചേർക്കുക. മനസ്സിലായല്ലോ? പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് വരിക? മാറ്റമൊന്നുമില്ല, ആദ്യം പറഞ്ഞ ഭാഗത്തിന് മാറ്റമൊന്നുമില്ല. ബഹുവചനമാണെങ്കിൽ വെയർ ചേർക്കുക, ഏകവചനമാണെങ്കിൽ എന്ത് ചെയ്യുക? വാസ് ചേർക്കുക. പിന്നെ കണ്ടിന്യൂസ് ആകുമ്പോൾ എന്തുകൂടെ വേണം? ഒരു ബീയിങ് കൂടെ വേണം. അതിനുശേഷം V3 വേണം. പിന്നീടാണ് ബൈ പ്ലസ് ഏജൻറ്റ് വരുന്നത്. ഓക്കെ. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ കുറേ കൂടെ എളുപ്പമാണ്. ഓബ്ജക്റ്റ് ഇങ്ങോട്ട് എടുത്തെഴുതുക. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കേണ്ട ഒരാവശ്യവുമില്ല. ഹാഡും അതിൻ്റെ കൂടെ ഒരു ബീനും കൂടെ ചേർത്ത് വയ്ക്കുക. പിന്നീട് V3 ചേർത്തിട്ട് ബൈ പ്ലസ് ഏജൻറ്റ് വയ്ക്കുക. ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇടുന്ന വീഡിയോ കണ്ടിട്ട് ചില കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ കമൻസിൽ പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കുറിച്ചാണ് വരുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എടുക്കുന്നതിനെ കുറിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതിൻ്റേതായ കുട്ടികളൊക്കെ ഇപ്പോൾ വീടുകളിൽ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും അതുപോലെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് വർഷ കോഴ്സിനൊക്കെ പോകുന്നവരുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൊണ്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് കൂടി ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതുണ്ടാവും. നമ്മുടെ PSC ഇംഗ്ലീഷ് അതിന് മാറ്റമില്ല. അത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോസ് അയക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്ക്, കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈസി ആയിട്ട് പഠിക്കാം. കാരണം നമ്മൾ ഏറ്റവും ലളിതമായ രൂപത്തിലാണ് തുടങ്ങുക. ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിലല്ല കാര്യങ്ങൾ പറയുന്നത്. ഏറ്റവും ലളിതമായ രീതിയിൽ അല്പം മാത്രം അല്ലെങ്കിൽ കുറച്ച് മാത്രം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഫോളോ ചെയ്ത് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ സെൻറ്റൻസ് കൊണ്ടാണ് ഇത്തരം ക്ലാസ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികൾക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അത്തരം ഒരു സംരംഭം കൂടി നമ്മൾ ഇതിനോടൊപ്പം തുടങ്ങി വയ്ക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ഇത് മുതൽ ആ വീഡിയോയും പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക്സ്.